നമസ്കാരം. +1 അഡ്മിഷൻ തന്നെയാണ് വീണ്ടും. ഇന്ന് ഞാൻ നിങ്ങളോട് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നു. സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്ന ദിവസം വിശദമായ കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ടിടും. അതിനു മുമ്പ് അതെങ്ങനെയാണ്, എന്താണ് സംഭവം എന്നാണ് പറയുന്നത്. ഇപ്പൊ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നത് ശരിക്കും ജൂലൈ 11 ഇപ്പോഴുള്ള അറിയിപ്പ് പ്രകാരം ജൂലൈ 11 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഈ ഞായറാഴ്ച പിന്നെ തേർഡ് അലോട്ട്മെന്റ് വരും. തേർഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം അതിൽ കുട്ടികൾക്ക് ചേരാൻ വേണ്ടി 3-4 ദിവസം അനുവദിക്കും. ആ 3-4 ദിവസം അനുവദിച്ച് അതിലേക്ക് കുട്ടികൾ പ്രവേശനം നേടിയതിന് ശേഷം പിന്നെ കുറേ കുട്ടികൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പോകും, കുറേ കുട്ടികൾ മാനേജ്മെന്റ് കോട്ടയിലേക്ക് പോകും, കുറേ കുട്ടികൾ ചിലപ്പോൾ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് പോകാം. ഇത്തരത്തിലുള്ള ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറേ അധികം ഒഴിവുകൾ ഉണ്ടാവും. ആ ഒഴിവുകളിലേക്ക് പ്രവേശനം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നത്. അപ്പോൾ മുഖ്യ അലോട്ട്മെന്റ് ഈ 27 28 കൊണ്ട് തേർഡ് അലോട്ട്മെന്റോടുകൂടി ആ അപേക്ഷ കൊടുത്തതിലുള്ള 3 അലോട്ട്മെന്റുകളും തീരും. അപ്പോൾ നമ്മൾ ജൂലൈ 11 സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അന്ന് ദിവസം രാവിലെ ഓരോ സ്കൂളിലുമുള്ള ഒഴിവുകൾ പ്രസിദ്ധപ്പെടുത്തും. ഈ HS തന്നെ ഓരോ സ്കൂളിലുമുള്ള ഒഴിവുകൾ പ്രസിദ്ധപ്പെടുത്തും. അപ്പം നമ്മൾ HS കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ്. അവിടെ ജില്ലയും സ്കൂളും ഒക്കെ കൊടുത്താൽ നമുക്ക് ആ സ്കൂള് ഏതൊക്കെ ഒഴിവുകൾ എത്ര എണ്ണമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒഴിവുകൾ കാണുന്ന സ്കൂളുകളിൽ മാത്രമേ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് കൊടുക്കാവൂ. ഒഴിവില്ലാത്തടത്ത് കൊടുത്തിട്ട് കാര്യമില്ല, കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒഴിവുകളിൽ വേക്കൻസി കാണിക്കുന്നതിന് ചില്ലറ മാനദണ്ഡങ്ങളുണ്ട്. അതിങ്ങനെയാണ്. അപ്പോൾ ഒരു സ്കൂളിൽ സംവരണം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. എല്ലാ സ്കൂളുകളിലും സംവരണം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റും നടത്തുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സ്കൂൾ നിങ്ങൾ എടുത്തു, നിങ്ങളുടെ തൊട്ടടുത്തിട്ട് അവിടെ നിങ്ങൾ കണ്ടു മുസ്ലിം 4, കോഴ്സ് നമ്പർ 1 ഇങ്ങനെ കണ്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 4 ഒഴിവുണ്ട് കോഴ്സ് നമ്പർ 1. കോഴ്സ് നമ്പർ 1 എന്താ? ബയോസയൻസിൽ 4 ഒഴിവ് മുസ്ലിമിനുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒഴിവിലേക്ക് മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതിൻ്റെ താഴെ അതേ സ്കൂളിൽ തന്നെ ETB ഈഴവ തീയ ബില്ലവയിൽ 2 ഒഴിവുണ്ട്. 2 കോഴ്സ് നമ്പർ 1 എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ബയോസയൻസിൽ എന്തുണ്ട്? ഈഴവ തീയയ്ക്ക് 2 ഒഴിവുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ആ 2 ഒഴിവ് കൊടുക്കൂ എന്നർത്ഥം. അടുത്തതിൽ അതേ സ്കൂളിൽ ജനറൽ 10 എന്ന് കാണും, കോഴ്സ് നമ്പർ 1. ജനറൽ 10 കോഴ്സ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ എല്ലാ ഏത് കാറ്റഗറിക്കും വേണമെങ്കിലും അപേക്ഷിക്കാം. അങ്ങനെയുള്ള 10 ഒഴിവുണ്ട്. കോഴ്സ് നമ്പർ 1 എന്ന് പറയുന്നത് ബയോസയൻസ്. അതിൻ്റെ താഴെ നോക്കി ഒരു സ്കൂൾ എടുത്തപ്പോൾ ഉള്ള സ്ഥിതിയാണ്. ജനറൽ 15 കോഴ്സ് നമ്പർ 10. ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാണ് കോഴ്സ് നമ്പർ 10 എന്ന് പറയുന്നത്. അവിടെ ജനറൽ വിഭാഗത്തിൽ 15 ഒഴിവ് ഹ്യൂമാനിറ്റീസിനുണ്ട്, ആർക്കും കൊടുക്കാം. അടുത്ത അതിൻ്റെ താഴെ ജനറൽ 8 കോഴ്സ് നമ്പർ 39. അതായത് ജനറൽ വിഭാഗത്തിൽ 8 ഒഴിവുകളുണ്ട്. ആർക്ക്? കോഴ്സ് നമ്പർ 39 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സിന് അവിടെ 39 ഒഴിവ് ഉണ്ട്. അപ്പോൾ ഓരോ കോഴ്സിലുമുള്ള ഓരോ വിഭാഗത്തിലുമുള്ള ഒഴിവ് പ്രത്യേകം കാണിച്ചിട്ടുണ്ടാവും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ. ആ ഒഴിവിലേക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് വേറെ ഒന്നുമില്ല, നമ്മൾ റിസർവേഷനിലുള്ളത് മാത്രമേ ഉള്ളെങ്കിൽ അവർ മാത്രമേ കൊടുത്തിട്ടേ കാര്യമുള്ളൂ, അതേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല.
അപ്പോൾ ഇതാണ് അതിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ രീതി. ഇത്തരത്തിൽ സ്കൂളുകൾ എടുത്തു നോക്കി ഓരോ സ്കൂളിലെയും വേക്കൻസി കണക്കാക്കിയിട്ട് വേണം നേരത്തെ നമ്മൾ ഓപ്ഷൻ കൊടുത്തതുപോലെ ഇവിടെയും കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് മുമ്പ്, ട്രയലിന് മുമ്പ് ഒരു അപേക്ഷ കൊടുത്തിരുന്നല്ലോ, അന്നേരം നമ്മൾ ഒരു 10-15 ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ ഇവിടെയും പുതിയൊരു ഓപ്ഷൻ നിങ്ങൾ കൊടുക്കണം. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കൊടുക്കുക, ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നിങ്ങളുടെ ബയോഡേറ്റയും കാര്യമൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ഓപ്ഷൻ മുഴുവൻ ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും. നേരത്തെ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ മുഴുവൻ ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും. പുതിയതായിട്ട് നിങ്ങൾ പുതിയ ഓപ്ഷൻ കൊടുക്കണം. ആ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ വൈസ് വേക്കൻസി നോക്കിയിട്ട് വേണം നിങ്ങൾ പുതിയ ഓപ്ഷൻസ് കൊടുക്കാൻ. അതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ആർക്കൊക്കെ കൊടുക്കാമെന്നാണ്, ഏതൊക്കെ കുട്ടികൾക്ക് ഈ സപ്ലിമെന്ററിയിൽ കൊടുക്കാം? ഒന്ന്, ഇതുവരെ എവിടെയും കിട്ടാത്തവർ. ഇതുവരെ കിട്ടാത്തവർക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ കൊടുക്കാൻ പറ്റുന്നവർ. മറ്റൊന്ന്, ഇതുവരെ അപേക്ഷിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് നേരത്തെ അപേക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ളവർക്ക് സപ്ലിമെന്ററിയിൽ അപേക്ഷിക്കാം. ആദ്യത്തെ വിഭാഗം ഏതാ? അപേക്ഷിച്ചിട്ട് കിട്ടാത്തവര്, അവർക്ക് സപ്ലിമെന്ററിയിൽ കൊടുക്കാം. നേരത്തെ അപേക്ഷിക്കാത്തവര്, അവർക്കും കൊടുക്കാം. മറ്റൊന്ന്, തെറ്റായ വിവരങ്ങൾ കൊടുത്തുപോയതിനാൽ, അറിയാതെ തെറ്റായ വിവരങ്ങൾ കൊടുത്തുപോയതിനാൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടവരുണ്ട്. ഇപ്പോൾ എല്ലാ ജില്ലയിലും ഉണ്ട് പ്രവേശനം നിഷേധിക്കപ്പെട്ടവർ. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞല്ലോ, നമ്മൾ USSന്റെ സർട്ടിഫിക്കറ്റ് എന്ന് കാണിച്ചു, എന്നാൽ USS സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലില്ല. പ്രവേശനം കിട്ടുമോ? കിട്ടിയല്ല, നമ്മളെ തടയും. പ്രവേശനം നമ്മുടേത് ഇല്ലാതെയാക്കും, നിരസിക്കും. അപ്പോൾ അവർക്കും, പ്രവേശനം നിരസിച്ചവർക്കും ഈ സപ്ലിമെന്ററിയിൽ അപേക്ഷ കൊടുക്കാം. എന്ത് വേണം? അവരുടെ ബയോഡേറ്റയിൽ കറക്റ്റായ വിവരങ്ങൾ കൊടുക്കുക ആദ്യം. ഇനി VHSCയിൽ സ്ഥിരപ്രവേശനം നേടി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ സ്ഥിരപ്രവേശനം നേടി, HSCയിൽ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. HSCയിൽ സപ്ലിമെന്ററിയിൽ അത്തരക്കാർക്കും അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇനി ആർക്കൊക്കെയാ പറ്റില്ല എന്ന് പറയുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഏതെങ്കിലും വിഭാഗത്തിൽ സ്ഥിരപ്രവേശനം നേടിയവർ. എന്നാൽ എല്ലാവരും അപ്പോഴേക്ക് സ്ഥിരപ്രവേശനം ഏതെങ്കിലും വിഭാഗത്തിൽ നേടിയിട്ടുണ്ടാവും. കിട്ടിയവരൊക്കെ മെറിറ്റിൽ സ്ഥിരപ്രവേശനം നേടിയാൽ കൊടുക്കാൻ പറ്റില്ല. കമ്മ്യൂണിറ്റി കോട്ടയിൽ സ്ഥിരപ്രവേശനം നേടിയാൽ അപേക്ഷിക്കാൻ പറ്റില്ല. മാനേജ്മെന്റ് കോട്ടയിൽ സ്ഥിരപ്രവേശനം നേടിയാൽ അപേക്ഷിക്കാൻ പറ്റില്ല. സ്പോർട്സ് കോട്ടയിൽ സ്ഥിരപ്രവേശനം നേടിയാൽ അപേക്ഷിക്കാൻ പറ്റില്ല. MRSൽ, അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കൊടുത്താലും അവിടെ പ്രവേശനം നേടിയാലും അപേക്ഷ. അപ്പം എവിടെയെങ്കിലും സ്ഥിരപ്രവേശനം നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ കൊടുക്കാൻ കഴിയില്ല. മനസ്സിലാക്കുക. രണ്ടാമത്തത്, വേറൊരു വിഭാഗമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ എനിക്ക് കിട്ടിയിരുന്നു, ഞാൻ പോയില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ എനിക്ക് കിട്ടി, ഞാൻ പോയില്ല. കാരണം എന്താ? എനിക്ക് ആ സ്കൂൾ ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയേ ഇല്ല. താൽക്കാലിക പ്രവേശനം എടുക്കാനൊന്നും ഞാൻ പോയില്ല. അവർക്കും അപേക്ഷിക്കാൻ പറ്റില്ല. ഒരിക്കൽ താൽക്കാലിക പ്രവേശനമെങ്കിലും എങ്ങനെ അലോട്ട്മെന്റിൽ എങ്ങനെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയില്ലെങ്കിലും ശരി, അവർക്ക് അപേക്ഷിക്കാൻ, സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി, ഞാൻ അന്നേരം ഗൾഫിലായിരുന്നു, അവിടെ ഞാൻ പോയില്ല. അങ്ങനെയുള്ളവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇത്രയും വിഭാഗങ്ങൾക്കാണ് പറ്റാത്തത്. പറ്റുന്നതും പറ്റാത്തതും ഇപ്പം ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സപ്ലിമെന്ററിക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബയോഡാറ്റ മുഴുവൻ നേരത്തെ നമ്മൾ കൊടുത്ത് അവിടെ തന്നെ ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കൊടുത്തു കയറി, നമ്മൾ കാൻഡിഡേറ്റ് ലോഗിനിലെത്തി, കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ നേരത്തെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ USS സർട്ടിഫിക്കറ്റ് നമുക്കില്ല. അപ്പോൾ നമ്മൾ USSന്റെ നേരെ എന്താക്കണം? നേരത്തെ AS എന്ന് കൊടുത്താൽ ഇപ്പം നോന്നാക്കിയാൽ മതി. അപ്പോൾ അത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് സപ്ലിമെന്ററി വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തിരുത്താം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ കയറി കഴിയുമ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് ലോഗിൻ മാത്രമേ അതുപോലെ ഉണ്ടാവുള്ളൂ. അതിൽ തിരുത്തൽ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അന്നേരം വരുത്താം.
നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആയിട്ടുണ്ടാവും. ഒരൊറ്റ ഓപ്ഷനും അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ ഓപ്ഷനുകളും ക്യാൻസൽ ആയിട്ടുണ്ടാവും. അപ്പൊ എന്ത് വേണം? നിങ്ങൾ പുതിയതായിട്ട് വെള്ള പേപ്പർ എടുത്തിട്ട് ഈ ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻസ് തയ്യാറാക്കുക. സ്കൂൾ വൈസ് വേക്കൻസി ഉണ്ട്, അതായത് ഓരോ സ്കൂളിലെയും ഓരോ കോഴ്സിനുമുള്ള ഒഴിവുകൾ പബ്ലിഷ് ചെയ്യും ഏകജാലകത്തിൽ തന്നെ, HSCAP-ൽ തന്നെ. അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയതായിട്ട് ഒരു ഓപ്ഷൻ ലിസ്റ്റ് നിങ്ങൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കുക. അതിനുശേഷമാണ് നിങ്ങൾ പുതിയതായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പുതിയ ഓപ്ഷൻ വെച്ചിട്ട് അപേക്ഷിക്കേണ്ടത്. എത്ര സ്കൂൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം പുതിയതായിട്ട്. നേരത്തെ കൊടുത്ത സ്കൂളുകളൊന്നും തന്നെ ഇതിൽ വേണമെന്നില്ല. സപ്ലിമെൻ്ററി കൊടുക്കുമ്പോൾ നേരത്തെ ഞാൻ 10 സ്കൂൾ, ആ 10 സ്കൂൾ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ ഇഷ്ടമുള്ള കോഴ്സ് നമുക്ക് അപേക്ഷ കൊടുക്കാം, ഓപ്ഷനായിട്ട് കൊടുക്കാം. അത് നേരത്തെ 10 കൊടുത്തു, ഞാൻ ഇപ്രാവശ്യം 5 കൊടുക്കുന്നുള്ളൂ, മതി, 5 കൊടുത്താൽ മതി. നേരത്തെ ഞാൻ 3 സ്കൂളാണ് കൊടുത്തത്, ഇപ്രാവശ്യം ഞാൻ 10 കൊടുക്കുന്നു, കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എത്ര സീറ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ അറിയണം. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് 25,322 പോസ്റ്റ് ഉണ്ട്. കമ്മ്യൂണിറ്റി കോട്ടയിൽ 25,322 സീറ്റ് ഉണ്ട്. മാനേജ്മെൻറ്റ് കോട്ടയിൽ 38,951 സീറ്റുകളും ഉണ്ട്. ഈ സീറ്റുകളിലേക്ക് പ്രവേശനം നടക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് നമ്മുടെ ഈ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ കുറേ കുട്ടികൾ അങ്ങോട്ട് പോകും. അത് 25,000-ന് മേലെയുണ്ട്. കുറേ പേര് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് പോകും. മാനേജ്മെൻറ്റ് കോട്ടയിൽ 38,951 സീറ്റുകളുണ്ട്. ഈ പോകുന്ന ഒഴിവുകൾ മുഴുവൻ ഇവിടെ ബാക്കിയാവും. ആ ഒഴിവുകൾ സപ്ലിമെൻ്ററിയിലാണ് നമ്മൾ അടുത്തത് നികത്തുന്നത്. അപ്പോൾ സപ്ലിമെൻ്ററിയിൽ എത്ര ഒഴിവുണ്ടാവും സുമാർ? എനിക്ക് തോന്നുന്നത് ഒരു 50,000-ന് മുകളിൽ ഒഴിവുകൾ സപ്ലിമെൻ്ററിക്ക് ഉണ്ടാകും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ, കൃത്യമല്ല, ഏകദേശ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അത്തരത്തിൽ 50,000-ന് മേലെ ഒഴിവുകൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഉണ്ടാവും. അപ്പോൾ അവിടെയും ഇപ്പോൾ തേർഡിൽ കിട്ടാത്ത കുട്ടികൾക്ക് അവിടെയും സപ്ലിമെൻ്ററിയിൽ കിട്ടാനും ശക്തമായ സാധ്യത നിലനിൽക്കുകയാണ്. നമുക്ക് കേരളത്തിൽ പഠിച്ചു പാസ്സായ കുട്ടികളെക്കാൾ കൂടുതൽ സീറ്റുണ്ട് എന്നാണ് സത്യം. അൺഎയ്ഡഡും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പഠിച്ചു പാസ്സായ കുട്ടികളെക്കാൾ സീറ്റുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിട്ടാത്ത ഒരു വിഷയം വരുന്നില്ല. അപ്പോൾ ഈ ഒഴിവുകൾ, ഞാനീ പറഞ്ഞ ഒഴിവുകളെല്ലാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വരും. പക്ഷേ രക്ഷിതാക്കളുടെ ഒരു പ്രശ്നം, ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, 6-ാം തീയതി ക്ലാസ് തുടങ്ങൂലേ പക്ഷേ, പിന്നെ നമ്മൾ ജൂലൈ 11-ലല്ലേ ഈ അലോട്ട്മെൻറ്റ്. അത് സത്യമാണ്, അതിനിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാനില്ല. ഇതിങ്ങനെ തന്നെയാണ് എല്ലാ കൊല്ലവും നടക്കുക. 6-ാം തീയതി ക്ലാസ് തുടങ്ങിയാൽ നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 11-ന് വിളിച്ചു, അതൊരു 15 ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ കുട്ടികൾക്ക്, ഈ സപ്ലിമെൻ്ററിയിൽ കിട്ടുന്ന കുട്ടികൾ ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ. അത് സാരമില്ല, ഇത് സ്വാഭാവികമായിട്ട് എല്ലാ കൊല്ലവും നടക്കുന്നതാണ്. അത് അങ്ങനെ തന്നെ പോയിക്കോളും. പിന്നെ 2, 3, 4 പേരൊക്കെ ആയിട്ട് ഓരോ ഗ്രൂപ്പിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ശരിക്കു പറഞ്ഞാൽ ഇനിയും 1 മാസം കൂടി കഴിഞ്ഞിട്ട് മാത്രമേ ഈ പ്രോസസ്സ് അവസാനിക്കുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജൂലൈ 31 ആകുമ്പോഴേക്ക് ഈ പരിപാടി മുഴുവനായിട്ട് തീരുള്ളൂ. എന്നാൽ ജൂലൈ 6-ന് തന്നെ ക്ലാസ് തുടങ്ങുകയും ചെയ്യും. അതൊരു പ്രശ്നമല്ല, ഇതിൻ്റെ ഈ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ്. ഇനി എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങാമെന്ന് വെച്ചാൽ പാഠങ്ങളൊന്നും തീരില്ല. അപ്പം അതുകൊണ്ടാണ് ഒരു 90% അല്ലെ 80% കുട്ടികളും ഇപ്പോൾ പ്രവേശനം നേടിയിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഈ തേർഡ് അലോട്ട്മെൻറ്റും കൂടി വന്ന് കമ്മ്യൂണിറ്റിയും മാനേജ്മെൻറ്റ് കോട്ടയും കഴിയുമ്പോൾ, പ്രവേശനം കഴിയുമ്പോൾ ഏകദേശം 80% സീറ്റുകളിലും പ്രവേശനം നേടിയിട്ടുണ്ടാവും. അപ്പോൾ ക്ലാസ് തുടങ്ങാനുള്ള ഒരു കണ്ടീഷനായി ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞ് കുട്ടികളൊക്കെ ബാക്കി സപ്ലിമെൻ്ററിയും ട്രാൻസ്ഫറും പിന്നെ ബാക്കി നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ജൂലൈ 6-ാം തീയതി തന്നെ ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതിലൊരു ടെൻഷൻ്റെ ഒന്നും കാര്യമില്ല, അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് നടന്നുകൊള്ളൂ എന്നാണ് ഈ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള. പലരുടെയും ഒരു ആശങ്ക അതായിരുന്നു, അയ്യോ മാഷെ 6-ാം തീയതി തുടങ്ങുമല്ലോ, 6-ാം തീയതി തുടങ്ങിക്കോട്ടെ, ഒരു 5-10 ദിവസം മുമ്പോട്ട് പോയതുകൊണ്ടും അത് കുട്ടിയുടെ പഠനത്തെ ഒന്നും ബാധിക്കില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോൾ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ ഇടും.
നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒരു ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.